Hey Va, hope you're doing well. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഈ സ്റ്റോറി നടക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുമായി വഴക്കിട്ടു. അതിൻ്റെ ദേഷ്യത്തിൽ എൻ്റെ ഫ്രണ്ടും ഞാനും ഞങ്ങളുടെ PT ടൈമിൽ ഗ്രൗണ്ടിൽ വിട്ട സമയത്ത് തിരിച്ച് ക്ലാസ്സിൽ വന്നു. എന്നിട്ട് മറ്റേ കുട്ടിയുടെ ബാഗിൽ അവളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആക്സ് ഓയിൽ ഉണ്ടായിരുന്നു, ഗ്രീൻ കളർ. അതെടുത്ത് ഹാഫ് ബോട്ടിൽ പുറത്ത് ഒഴിച്ചു കളഞ്ഞു. PT ടൈം കഴിഞ്ഞു, എല്ലാവരും തിരിച്ചു വന്നു. മറ്റേ കുട്ടിക്ക് ആക്സ് ഓയിൽ ആരോ ഒഴിച്ചു കളഞ്ഞു എന്ന് മനസ്സിലായി. അത് നല്ല സ്മെല്ലുണ്ടായിരുന്നു. സോ ആ കുട്ടി അത് എൻ്റെ ഫ്രണ്ടാണ് ചെയ്തത് എന്ന് മനസ്സിലായി. മര്യാദയ്ക്ക് ഈ ബോട്ടിലിൽ വേറെ ഓയിൽ ഫിൽ ചെയ്ത് നാളെ കൊണ്ടുവരാൻ ആ കുട്ടി എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് വേറെ ഓയിൽ ഫില്ലാക്കിക്കൊണ്ട് നാളെ വരാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വന്നപ്പോൾ ആ കുട്ടി ആക്സ് ഓയിൽ ബോട്ടിൽ ഫില്ലാക്കിയോ എന്ന് ചോദിച്ചു. എൻ്റെ ഫ്രണ്ട് ഫില്ലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ബോട്ടിൽ കൊടുത്തു. നോക്കുമ്പോൾ അതിൽ ഗുവാവ ലീവ്സ് അരച്ച് ഒഴിച്ച് വെച്ചിരിക്കുന്നു. ലീവ്സ് പൊടികൾ കാണായിരുന്നു. കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നു. ഇത് ലീവ്സ് അല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിനോട് ആ കുട്ടി കുറേ ഷൗട്ട് ചെയ്തു പോയി. എന്തായാലും മണ്ടത്തരം കാണിച്ചു, നിനക്കൊന്ന് അരിച്ചൊഴിക്കായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ അത് പറഞ്ഞ് ചിരിച്ചു. എന്തായാലും പ്രോബ്ലം ഒക്കെ സോൾവ് ആയി എന്ന്. താങ്ക് യു ഫോർ റീഡിങ് ദിസ്. ലവ് യു. ടേക്ക് കെയർ. യൂട്യൂബ് കൂടി ചേർന്ന് അയ്യോ അതെന്താ ഇങ്ങനെ അടിക്കണേ. അടുത്ത സീക്രട്ട്. ഹലോ ചേച്ചി, എൻ്റെ നെയിം ആൽബിൻ. ഞാനിപ്പോൾ +2 പഠിക്കുന്നത്. ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സും കൂടി ചേർന്നു. നേരത്തെ ഞങ്ങൾ രാത്രി 12 മണി തൊട്ട് അതിരാവിലെ 3 മണി കറങ്ങി നടക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ എന്നത്തെയും പോലെ രാത്രി 1 മണി ഒക്കെ ആയപ്പോൾ നടക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ നടന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു വളവ് ആയപ്പോഴേക്കും എനിക്കെന്തോ ജീവി കുറച്ച് മുമ്പിലായി നിൽക്കുന്നതായി തോന്നി. രാത്രി സീക്രട്ട് വായിക്കേണ്ടിയിരുന്നു. അതിന് 2 ഗ്രീൻ ഐസ് ആയിരുന്നു. ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞു, നീ നേരെ നോക്കിയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഞാൻ കണ്ടത് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ ആണ് മനസ്സിലായത് അത് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടോ എന്ന്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഞങ്ങൾക്ക് എന്തോ ഒരു ഡാർക്ക് അടിച്ചു. ഞങ്ങൾ പിന്നെ തിരിച്ചു നടന്നു. ഞങ്ങൾ എല്ലാവരും അവിടെ കണ്ടത് സെയിം ആയിരുന്നു. ഗ്രീൻ ഐസ് ഉള്ള ഒരു നോർമൽ ഹ്യൂമനേക്കാൾ ഹൈറ്റുള്ള ഒരു ഡാർക്ക് രൂപം. അതിരാവിലെ ഞാൻ അതിലൊരു കൂട്ടുകാരനെ വിളിച്ച് അതിലെ ഒന്ന് പോയി നോക്കി. പക്ഷെ അപ്പോൾ അവിടെ ഒരു രൂപം തോന്നിക്കുന്നൊന്നും കണ്ടില്ല. ഞങ്ങൾ അത് എൻ്റെ അച്ഛനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി. കഴിഞ്ഞ ഇടയ്ക്ക് അതിനെ കണ്ട ഭാഗത്ത് ഒരു വീട്ടിലെ മോഷണം നടന്നു. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു എനിക്കും. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, എൻ്റെ എന്താ വീണ്ടും ഫ്ലിക്കർ ആവുന്നത്? Bro, what am I doing wrong? ലൈറ്റ് ഓഫ് ആക്കി. ഇനി ആര് ഫ്ലിക്കർ അടിക്കും? അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, എൻ്റെ മദർ നല്ല സീനാണ്. മോം കാരണം എനിക്ക് കുറേ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. എനിക്കൊരിക്കലും സമാധാനമായി ഇരിക്കാൻ സമ്മതിക്കില്ല. എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കൊരു പോസിറ്റീവ് പോലും എൻ്റെ മോമിൽ നിന്ന് ഇല്ല. ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻ അല്ല, സിബ്ലിങ്സിൻ്റെയും കൂടെയാണ്. എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് മെമ്പർ ഇതുപോലെ തന്നെയാണ്. മോമിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായവുമില്ല. എൻ്റെ മോം മരിച്ചെങ്കിലോ എന്ന് വരെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ സിബ്ലിങ്സിനും മോമിനെ ഇഷ്ടമല്ല. എൻ്റെ സിബ്ലിങ് 10th പഠിക്കുമ്പോഴൊക്കെ ഉമ്മാനോട് കുറേ മിണ്ടാതെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആവശ്യത്തിനല്ലാതെ ഇപ്പോൾ അധികം സംസാരിക്കാറില്ല. എൻ്റെ മോം ഒരിക്കലും ഒരു മോം ആകാൻ അർഹിക്കുന്നയാളെ അല്ല. കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനൊന്നും അറിയില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്നു. ബസ്സിൽ കയറിയാലും ഓട്ടോയിൽ കുടുംബക്കാരുടെ ഇടയിലും എല്ലാം എന്നെ പബ്ലിക്കായി കളിയാക്കാറും കുറ്റപ്പെടുത്താറുമുണ്ട്. എന്നെ നാണം കെടുത്താറുമുണ്ട്. ഞാനിപ്പോൾ പുതിയ സ്കൂളിലാണ്. അവിടുത്തെ പാരൻസ് മീറ്റിങ്ങിന് ഉമ്മാൻ്റെ കൂടെ പോകാൻ എനിക്ക് പേടിയാണ്. ഉമ്മ എന്നെ എല്ലാവരുടെ ഇടയിൽ വെച്ച് കളിയാക്കുകയും ടീച്ചർമാരോട് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നാണം കെടുത്തുകയും ചെയ്യും. ഞാൻ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ എന്നെ അപമാനിച്ചിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ സിബ്ലിങ്സിനെ കുറേ മീറ്റിങ്സിൽ വെച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സിബ്ലിങ്സിന് അത് വളരെയധികം ടോർച്ചറായിരുന്നു. കൊച്ചിലെ തൊട്ടേ എനിക്ക് മോം ഒരു സപ്പോർട്ടും തന്നിട്ടില്ല, സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ. എനിക്ക് ആങ്സൈറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഡിപ്രഷനും OCD, ABT, ADHDയും ഉണ്ട്. ഞാൻ ഒരുപാട് ഡിപ്രഷനാകുമ്പോൾ കാൻഡിൽ കത്തിച്ച് അതിലെ വാക്സ് എൻ്റെ സ്കിന്നിലാക്കാറുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പായ കുപ്പിച്ചിൽ കൊണ്ട് എൻ്റെ ശരീരത്തിൽ മുറിവിക്കാറുണ്ട്. ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനത്തെ സീക്രട്ട് വരുമ്പോൾ അവർക്ക് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു കൊടുക്കണം. എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നതൊക്കെ മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ അഭിപ്രായം ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ നോക്കിയാൽ ഒരിക്കലും വർക്കാവില്ല. അതുകൊണ്ട് പ്ലീസ് ബുദ്ധിയുള്ള ആരെങ്കിലും
ഇന്ന് ഇവർക്ക് ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കണം. ലെറ്റ് മീ ടൈപ്പ് ഇൻ മലയാളം ഫോർ യു. താങ്ക് യു. സുഖമാണോ അനുജത്തിക്കോ? സുഖമാണ്. ഞാനൊരു തേർഡിൽ പഠിക്കുന്ന ടൈം, അതൊരു വേനലവധി സമയമായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും തറവാട്ട് വീട്ടിൽ ഒത്തുകൂടും. എനിക്കൊരു ഫേവറേറ്റ് കസിൻ ഉണ്ട്. അവനും ഞാനും ചക്കരയും തേനും പോലെയാണ്. ചക്കരയും തേനും അടയും ചക്കരയല്ലേ? ചക്കരയും തേനും ഞാൻ കേട്ടിട്ടില്ലല്ലോ. വി ആർ സോ ക്ലോസ്. ഒരിക്കൽ അടുത്തുള്ള വീട്ടിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി സിനിമ കാണാൻ പോയി. ആ വീട്ടിൽ മാത്രമേ അന്ന് CD പ്ലെയർ ഉള്ളൂ. ഞങ്ങൾ കസിൻസും അവിടെയുള്ള 2 ചേട്ടന്മാരും ചേച്ചിയും എല്ലാവരും ഒരുമിച്ച് ഹാളിലിരുന്ന് സിനിമ കാണാൻ തുടങ്ങി. സുരേഷ് ഗോപിയുടെ കാവ്യമാധവന്റെയും ഒരു ക്രൈം ത്രില്ലർ മൂവിയായിരുന്നു അത്. പടം പകുതി ആയപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് വീടിന്റെ പുറത്തേക്ക് പോയി. ഉമ്മറത്ത് നിന്ന് ഒരു ഇട്ടു. ഒന്നും അറിയാത്ത പോലെ വീണ്ടും വന്നിരുന്ന് പടം കാണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മുട്ടി പുറത്തു പോയി വീണ്ടും വിട്ടു. തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ ചേച്ചി എന്നെ വല്ലാണ്ട് നോക്കാൻ തുടങ്ങി. ഞാൻ കരുതി പെട്ടു എന്ന്. TV ആ സമയം മേർഡർ സീൻ ഒക്കെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്തു പോയി വിട്ടു പറഞ്ഞു ഞാൻ. അപ്പോൾ എൻ്റെ കസിൻ വന്നിട്ട് പറഞ്ഞു, പോട്ടേടാ സിനിമയല്ലേ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അകത്ത് ചെന്നപ്പോൾ ചേച്ചി പറയുക, പാവം ചെക്കൻ, അവന് കൊല്ലുന്ന സീനൊന്നും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ശരിയും വന്ന് ചിരിക്കാൻ പറ്റുമോ? I'm still proud of myself. I didn't harm anyone while watching the movie. It's a top secret that I haven't revealed yet. Not even to my cousin. Love your colors. Keep going here. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, സുഖാണോ? I'm a Muslim girl and നിങ്ങളിത് എപ്പോൾ വായിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ യുവ ചേച്ചിയുടെ വലിയ ഫാൻ ഗേൾ ആണ്. എനിക്ക് നിങ്ങളുടെ സംസാരം നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, M and R. സ്കൂൾ തുറന്ന ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എമ്മിനോടും ആറിനോടും എൻ്റെ ക്രഷിനെ പറ്റി പറഞ്ഞു. പക്ഷേ എൻ്റെ 2 ഫ്രണ്ട്സും അവന് തന്നെയായിരുന്നു ഇഷ്ടം, ഷാറുഖ് ഖാനും. പിന്നെ ഞങ്ങൾ 3 അവൻ്റെ മേൽ അടി ഉണ്ടാക്കാൻ തുടങ്ങി. ബട്ട് അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചു. ഓന്നോ. ഒരിക്കൽ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ക്രഷിനെ ഒന്ന് നോക്കി, അവനും എന്നെ നോക്കി. അതൊരു ലോങ് ഐ കോണ്ടാക്റ്റായി മാറി. ബട്ട് ഞാൻ വിചാരിച്ചു അവൻ വെറുതെ നോക്കിയതാന്ന്. ബിക്കോസ് മീ ആൻഡ് മൈ ക്രഷ് ഈസ് ദ ടോപ്പർ ഇൻ ദ ക്ലാസ്. ഞാൻ അവനേക്കാൾ പഠിക്കുന്നത് കൊണ്ട് അവൻ അതുകൊണ്ട് നല്ല അസൂയ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഗേൾസിൻ്റെ ഇടയിൽ ചർച്ച. അങ്ങനെ ഓണം എക്സാം വന്നു. ഭാഗ്യവശാൽ ഞാൻ എൻ്റെ കസിൻ്റെ ബാക്ക് ബെഞ്ചിലായിരുന്നു ഇരുന്നത്. ഞാനും അവനും നല്ലോണം പഠിക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് പറഞ്ഞു തരില്ല എന്നാണ് ഞാൻ കരുതിയത്. ബട്ട് എനിക്ക് തെറ്റി. അവൻ എനിക്ക് എല്ലാ ആൻസേഴ്സും പറഞ്ഞു തന്നു, ഞാൻ അങ്ങോട്ടും. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എൻ്റെയും അവൻ്റെയും എക്സാം ഒരുമിച്ച് കഴിഞ്ഞു. ഞങ്ങൾ രണ്ടും പുറത്തിറങ്ങി. പുറത്ത് അങ്ങും ആരുമില്ലായിരുന്നു. ബിക്കോസ് എല്ലാവരും അടുത്തുള്ള ഒരു പാർക്കിലായിരുന്നു. ടീച്ചേഴ്സ് എപ്പോഴെങ്കിലും മാത്രമേ അവിടെ വിടുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെയാണ്. ബട്ട് എനിക്ക് പാർക്കിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ എക്കോ ഫ്രണ്ടിൽ പോയിരുന്നു. അവനും അവിടെ വന്നു. ഞാൻ ചിത്രം വരച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. സഡൻലി അവൻ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ ഒരു ഷോക്കിൽ ഞാനൊന്നും അനങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞ് എല്ലാവരുടെയും എക്സാം കഴിഞ്ഞ് പുറത്ത് വരാൻ തുടങ്ങി. അവൻ എക്കോ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. ഞാൻ അവനോട് ഒരു പേപ്പറിൽ I love you too എന്ന് പറഞ്ഞു. അവൻ്റെ നേർക്ക് എറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലവേഴ്സായി. ഈവൻ ഞാൻ ഇതുവരെ എൻ്റെ ഫ്രണ്ട്സിനോട് ആ കാര്യം പറഞ്ഞിട്ടില്ല. ചേച്ചി, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ എന്ത് സീക്രട്ടാണ് ഉള്ളത്. ഇനിയാണ് സ്റ്റോറി തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. വാട്സപ്പിൽ ചാറ്റ് ചെയ്യും. നല്ല കെയറിങ് ആണ്. ബട്ട് എൻ്റെ പാരൻസ് വളരെ സ്ട്രിക്റ്റ് ആൻഡ് ഹിസ് പാരൻസ് ഓൾസോ. അതുകൊണ്ട് ചാറ്റിൽ കുറവാണ്. ഞാനൊരു BTS ഫാൻ ആയതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നു. അവൻ അത് അത്ര ഇഷ്ടമല്ലായിരുന്നു. ബട്ട് ഹീ ഈസ് ഓൾസോ ലുക്കിംഗ് ലൈക്ക് JK ആൻഡ് വി മിക്സ്ഡ്. അങ്ങനെ ഞങ്ങളുടെ ഓണം എക്സാം റിസൾട്ട് വന്നു. എനിക്കും അവനും എല്ലാ വിഷയത്തിലും A ഗ്രേഡ് ആയിരുന്നു. സോ വി സ്റ്റാൻഡ് ഫസ്റ്റ് ഇൻ ക്ലാസ്. അവൻ എന്നോട് സ്ട്രിക്റ്റായി പറഞ്ഞിരുന്നു എക്സാമിന് ഈ കാരണത്താൽ മാർക്ക് കുറയ്ക്കരുത് എന്ന്. പിന്നെ ഞങ്ങൾ വളരെ അടുത്തു. ഞാൻ അവൻ്റെ ഉമ്മയോട് ഒരിക്കൽ PTA മീറ്റിംഗ് സംസാരിച്ചു. ഉമ്മ PTA മീറ്റിംഗ് പോയിരിക്കുകയായിരുന്നു. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ നല്ല പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് അവൻ്റെ ഉമ്മ എന്നോട് നല്ലോണം സംസാരിച്ചു. ഓക്കെ ആയി. ബട്ട് എൻ്റെ പാരൻസിന് ഇതുവരെ ഇത് തിരിഞ്ഞിട്ടില്ല. ബട്ട് മൈ എൽഡർ ബ്രദർ നോ ഹി ഹാവ് ഗേൾ ഫ്രണ്ട്സ്. സോ ഹി ഡിഡ്ന്റ് ടെൽ യു മദർ.
എനിക്കറിയാത്തൊരു സത്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ 6th ക്ലാസ്സിലായിരുന്നതുകൊണ്ട് എനിക്ക് ഇത് നല്ലതോ ചീത്തയോ എന്നറിയില്ല. ബട്ട് ഇപ്പോഴും ഞങ്ങൾ ലവേഴ്സ് ആൻഡ് ഹാപ്പിയാണ്. അടുത്ത സീക്രട്ട്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം എൻ്റെ ഫാദർ എന്നെ ട്യൂഷനിൽ ചേർത്തു. ഞാനായിരുന്നു അവിടുത്തെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. പതിയെ വേറെ സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായി 2 കുട്ടികൾ വന്നു. അതിൽ ഒരാളെ എനിക്ക് ക്രഷ് അടിച്ചു. ഞാൻ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അവരെല്ലാവരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു. അവൾ നോ പറഞ്ഞു. പക്ഷെ ഞാൻ തളർന്നില്ല. പിന്നെയും പുറകെ നടന്നു പറഞ്ഞു നോക്കി. എന്നിട്ടും അവൾ യെസ് പറഞ്ഞില്ല. എനിക്ക് വേറെ ഒരു ഫ്രണ്ടുണ്ട്. അവൻ കോളേജിലാണ് പഠിക്കുന്നത്. അവനും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവളുടെ ഫ്രണ്ട് വന്ന് പറഞ്ഞു, അവൾ നിൻ്റെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ടുമായി സെറ്റായി എന്ന്. എനിക്കത് വളരെ വിഷമമുണ്ടാക്കി. ഞാൻ ഇത് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്ന്. അങ്ങനെ എല്ലാവരും എന്നെ കളിയാക്കി. എനിക്ക് ഡിപ്രഷനായി. സ്കൂൾ മാർക്സ് വന്നു. ഞാൻ എല്ലാത്തിനും ഫെയിലായി. വീട്ടിൽ സീനായി. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ വീട്ടുകാർ എന്നെ കണ്ടെത്തി. പിന്നെ കുറേ മെൻ്റൽ ഇൽനെസ്സുമായി കുറേ അസുഖങ്ങൾ പിടിപെട്ടു. ഞാൻ കൗൺസിലിങ്ങിന് വിധേയനായി. ഡോക്ടർ ചോദിച്ചു ആര് പറഞ്ഞിട്ടാണ് കൗൺസിലിംഗ് വന്നത് എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വന്നതാണ്. അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നെ മനസ്സിലാക്കി. അവർ എന്നോട് പറഞ്ഞു മോൻ ഡിപ്രഷനിലാണ്. അവർ ചോദിച്ചു ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ എന്ന്. ഞാൻ പറഞ്ഞു അറിയില്ല. 2 വർഷം കഴിഞ്ഞു. ഞാൻ ഡിപ്രഷൻ ഓവർകം ചെയ്തു. എൻ്റെ പാരൻസ് രോഗികളായി. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ഇന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനേക്കാൾ ഞാൻ ബെറ്ററാണ്. ബ്രാക്കറ്റിൽ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്. പിന്നെ അവളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് വളരെ മോശമാണ്. ഇന്ന് അവൾ എൻ്റെ സ്റ്റോറിക്ക് ലൈക്ക് അടിക്കും. ഞാൻ ഇടുന്ന കമൻറ്റിന് ലൈക്ക് അടിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന മ്യൂസിക്കിന് പോലും ലൈക്ക് അടിക്കും. പിന്നെ വേറെ കുറേ ഗേൾസ് അവളും എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ സക്സീഡ് ആവുക എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം എൻ്റെ പാരൻസിനെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വീഡിയോയിൽ ഉൾപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. രാത്രി ആയതുകൊണ്ട് ഞാൻ ഇനി ലാസ്റ്റ് സീക്രട്ടും കൂടെ വായിച്ച് നിർത്തുവാണ്. ഓക്കെ, ഞാനൊരു ഡിപ്രസീവ് ആൻഡ് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ബോയാണ്. സോ എനിക്ക് അത്ര ഫ്രണ്ട്സ് ഒന്നുമില്ല. ഐ ഓൺലി ഹാവ് ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ അവളെ മീറ്റ് ചെയ്തത് 8th വെച്ചാണ്. ആൻഡ് ഞങ്ങൾ നല്ല കമ്പനിയായി. ബട്ട് തിങ്സ് വർ ഡിഫറെൻറ്റ് ഇൻ 10th. എനിക്ക് അവൾ മാത്രം ബെസ്റ്റ് ഫ്രണ്ടായി ഉള്ളൂ. സോ അവളുമായി കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് ടീച്ചർ ഞാനും അവളെയും മോർ ദാൻ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് വിചാരിച്ചു. ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു. ബിക്കോസ് വി ഓൾവേസ് യൂസ് ടു ടോക്ക് എവറി ഡേ. സോ ടീച്ചർ ടോൾഡ് നോട്ട് ടു ടോക്ക് ടു ഈച്ച് അതർ. ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയി. ഓൾസോ ഞാൻ കരയുന്ന ഒരാളായതുകൊണ്ട് എപ്പോഴും കരയും. ഓൾസോ ഞാൻ സ്റ്റഡീസിൽ വീക്കാണ്. അതുകൊണ്ട് സ്കൂൾ മാറാൻ പാരൻസ് പോലും പറയും. ഞാൻ ഏതെങ്കിലും കൊണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്തി ബട്ട് ഫെയിൽഡ്. ഓൾസോ മൈ മോം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഡിഡ് ആൻ അറ്റംപ്റ്റ്. സോ എന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. ആൻഡ് ഷീ ഗേവ് മീ മെഡിസിൻസ്. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് വീക്ക് എല്ലാവരും നല്ല സപ്പോർട്ടീവായി ബിഹേവ് ചെയ്തു. ബട്ട് ആഫ്റ്റർ ദാറ്റ് പാരൻസ് പറഞ്ഞു എല്ലാം എൻ്റെ ആക്ടിങ് ആണെന്ന്. നൗ ഐ എം ലിവിങ് ലൈക്ക് എ ഡെഡ് പേഴ്സൺ. ഐ വുഡ് ഓൾവേസ് ക്രൈ എ ലോട്ട്. ഒരു ബോയ് ആയതുകൊണ്ട് സൊസൈറ്റി ഈസ് കില്ലിങ് മീ. ഐ ഡോണ്ട് ഹാവ് നോ വൺ. ഐ ഫീൽ ലൈക്ക് ഐ ആം അലോൺ. റെക്കോർഡ് ചെയ്യാണ്ട് ഒരു സീക്രട്ട് ഒന്നില്ലെങ്കിൽ മൈക്ക് ഓണാക്കില്ല, അല്ലെങ്കിൽ ക്യാമറ ഓണാക്കില്ല. ക്യാമറ ഓണാക്കാണ്ട് ഒരു സീക്രട്ട് ഞാൻ ഇരുന്ന് വായിക്കുക. എനിക്ക് ആർക്ക് വേണ്ടി മുടി അഴിച്ചിടാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഓക്കെ. മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ട്. നമുക്കിനി റെഡിറ്റ് ഹൊറർ പറയുമ്പോൾ തിന്നാൻ പോയിരുന്നു. റെഡിറ്റ് പറയുമ്പോൾ നമുക്കിനി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എൻ്റെ മോം ഒരിക്കലും ഒരു മോമാകാൻ തികുന്നയാളല്ല. മോമാകാൻ തിക്കുന്നയാൾ. നിങ്ങൾക്ക് തോന്നാം എനിക്കിത് വീഡിയോ കഴിഞ്ഞിട്ട് കഴിച്ച പോരെയെന്ന്. പക്ഷേ मेरे कुत्ते को really addicted to you videos and I'm a subscriber too. Thank you. മാറും
പേര് സ്കൂൾ മാറുന്നു കൊണ്ട് ഞങ്ങൾക്കിടെ ഉണ്ടായിരുന്നു. അവർ നേർക്കുനേർ കൈ ടൈമിൽ ഞങ്ങൾക്കിടെ ഉള്ള ഒരു സാർ പോളിനെ പാറ്റി പ്രൂവാണ് പ്രത്യേകിച്ച് 8-9 ക്ലാസ്സിലെ ഗേൾസിനോട് അയാളെ ആർക്കും അത്രേ ഉള്ളൂ, ബാക്കി വന്നിട്ടില്ല. ബാക്കി മീല എവിടെ? എല്ലാവരും അടുത്തുള്ള ഒരു പാർക്കിലായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞല്ലേ.